കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സന്നിധാനത്ത് അല്പം തിരക്ക് കുറവുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 18-ാം പടി സുഗമമായി ഭക്തർ കയറി തങ്ങളുടെ ദർശനത്തിന് വേണ്ടി ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന കാഴ്ച. എന്തായാലും ഭക്തജന തിരക്കിൽ അല്പം കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ വരെ ഏകദേശം 5 ലക്ഷത്തിൽ പരം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രധാനമായി പറയേണ്ടത് ഇന്ന് ചേരുന്ന അവലോകന യോഗമാണ്. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പമ്പയിൽ വെച്ചാണ് യോഗം 10:30 കൂടി ചേരുക. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ മാത്രം ഏകദേശം 75,000-ൽ പരം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കനത്ത മഴ സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പുലർച്ചെ കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏകദേശം ഒരു 6 മണിക്ക് ശേഷം മഴയുടെ കാര്യത്തിൽ അല്പം ശമനമുണ്ട് എന്നുള്ളതും ഏറ്റവും സുഖകരമായി ദർശനം നടത്താൻ കഴിയുന്ന ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ ഇറക്കുന്നില്ല, എങ്ങനെയുണ്ടായിരുന്നു മലയേറ്റം? എങ്ങനെയുണ്ടായിരുന്നു? വളരെ എളുപ്പമായിരുന്നു. മഴയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നന്നായിട്ട് ഉണ്ട്. നന്നായിട്ട് വിളിച്ചു കൊണ്ടുവന്നുണ്ട്. ഒരു പ്രശ്നമല്ല, സുഖമായിട്ട് ദർശനമുണ്ട്. ദർശനം സുഖം, ഭഗവാൻ എല്ലാം അരുൾ. നല്ല ദർശനം, കുഴപ്പമില്ല, സുഖമായിട്ട് കയറി. നല്ല തിരക്കുണ്ട്, മഴയുണ്ട്, എന്നാലും കാണാൻ പറ്റി. ഞങ്ങളിത് 3ാമത്തെ ദർശനമാണ്. ബാംഗ്ലൂരിൽ നിന്ന് வந்ததா. ரோடு போலீஸ் எல்லாம் கிளீனாக ஃபாலோ பண்ணின்னு இருக்காங்க. எல்லாரையும் மெயின்டெனன்ஸ் எல்லாம் நல்லா பண்ணின்னு இருக்காங்க. கோஆப்ரேட் பண்ண எல்லாரும் 10 நல்லா இருக்கு. சாமி சரணம். சாமி சரணம் 4 டைம்ஸ் ஆயிருக்கு தர்ஷனம். ஸோ இது 4th டைம் போயின்னு இருக்கோம். ஸோ எஸ்டர்டே நேற்றுலேருந்து எதுவுமே ப்ராப்ளம் இல்லை. எல்லா ஃபெசிலிட்டிஸ் கொடுத்துருக்காங்க. ஸோ பிஸ்கெட்டு, வாட்டரு, പോലീസ് ரொம்ப കോപ്പറേറ്റ് പண்றாங்க. തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് സുഗമമായ യാത്ര ചെയ്യാവുന്നതാണ്. അതിനുശേഷം സന്നിധാനത്തെത്തിയാലും സുഗമമായി ദർശനം നടത്തി മറ്റു വഴിപാടുകൾക്കെല്ലാം തന്നെ അവസരമുണ്ട്. ഭക്തജന തിരക്ക് കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.